ഹായ് എവരിവൺ. നമ്മുടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷയ്ക്ക് കൊടുത്ത ആപ്ലിക്കേഷനിൽ വളരെ ചുരുക്കം ഡീറ്റെയിൽസ് ആണ് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അത് എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങളുടെ കാറ്റഗറി, പാരൻസിൻ്റെ നെയിം, അതുപോലത്തെ ചുരുക്കം കാര്യങ്ങൾ മാത്രമാണ് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എങ്കിൽ പോലും എന്തെങ്കിലും കറക്ഷൻ ഉള്ളവർ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്ത് ഈ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്രിപ്പറേഷൻ്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് കടക്കുന്നവർക്ക് ഒരു അഡീഷണൽ സപ്പോർട്ട് എന്നുള്ള നിലയിൽ നിങ്ങളുടെ തയ്യാറെടുപ്പിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് i+ന്റെ 30 ഡേയ്സിൻ്റെ കോഴ്സുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. 30 ഡേയ്സ് താഴെ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് ഇനിയും വൈകാതിരിക്കുക. വളരെ ചെറിയൊരു ഫീസിൽ 100% കണ്ടന്റ് ഒരു ലൊക്കേഷനിൽ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. വീഡിയോ ക്ലാസ്സുകൾ, റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വേഗതയിൽ കണ്ടുപോകാം. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് ക്ലാസ്സുകൾ ഇതിൻ്റെയൊക്കെ ആക്സസ് ചെയ്ത് നോക്കാം. നമ്മുടെ JRF ടെസ്റ്റ് സീരീസ് ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കുറേ ടെസ്റ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. i+ന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവൈലബിൾ ആണ്. ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതോടൊപ്പം തന്നെ ഈ കോഴ്സ് എടുക്കുകയാണെങ്കിൽ ചെറിയൊരു ഫീസ് മാത്രമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സമയം കുറവായതുകൊണ്ട് നിങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള ടെസ്റ്റ് സീരീസും നോട്ടിനുള്ള ആക്സസും ഷോർട്ട് നോട്ടുകൾ എഴുതിയെടുത്ത് തന്നെ പഠിക്കണം. അതിനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കറക്ഷൻ വിൻഡോയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പരീക്ഷയുടെ ഡേറ്റ് ഇനി തീയതി മാറ്റുമോ എന്നുള്ള സംശയങ്ങൾക്കൊന്നും സാധ്യതകളില്ല. ജൂൺ 18 എന്ന തീയതിയിൽ തന്നെ പരീക്ഷ നടക്കാനാണ് പരമാവധി സാധ്യത. ഇനിയും ഇൻ കേസ് എന്തെങ്കിലും മാറുകയാണെങ്കിൽ പോലും ചുരുക്കം ദിവസങ്ങളിലെ എക്സ്റ്റൻഷൻ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ പരമാവധി റിവിഷന് വേണ്ടിയിട്ടും പഠിച്ച കാര്യങ്ങൾ കൺസോൾഡേറ്റ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് നിങ്ങളുടെ പഠനം വിലയിരുത്തി വീക്കായിട്ടുള്ള ഏരിയകൾ മെച്ചപ്പെടുത്താനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.